ലോക്സഭയിലെ നന്ദിപ്രമേയ ചർച്ചയിൽ രാഹുൽ ഗാന്ധി ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായി നടത്തിയ 1 മണിക്കൂർ 40 മിനിറ്റ് നേരത്തോളം നീണ്ട ആ പ്രസംഗത്തിന്റെ ഒരു കൃത്യമായ മലയാളം പരിഭാഷ മലയാള മനോരമ ദിനപത്രത്തിന്റെ എഡിറ്റ് പേജിൽ 8-ാം പേജിൽ ജൂലൈ 2-ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജൂലൈ 1-നായിരുന്നല്ലോ പ്രസംഗം. അപ്പൊ നമുക്കത് നോക്കാം. ജയ് സംവിധാൻ, ജയ് ഭരണഘടന. ഞങ്ങൾ ഇത് സംരക്ഷിച്ചു. രാജ്യം ഒറ്റക്കെട്ടായി ഭരണഘടനയെ സംരക്ഷിച്ചു. ഇപ്പോൾ ഓരോ 2-3 മിനിറ്റിലും BJP ഭരണഘടന എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 10 വർഷം ഇന്ത്യ എന്ന ആശയത്തിനെതിരെയും ഭരണഘടനയ്ക്കെതിരെയും ആസൂത്രിതമായ ആക്രമണങ്ങളാണ് നടന്നത്. അതിനെ BJPയുടെ ആശയത്തെ പ്രതിരോധിച്ച ദശലക്ഷക്കണക്കിനായ ജനം ആക്രമിക്കപ്പെട്ടു. ഞങ്ങളിൽ പലരും വ്യക്തിപരമായി തന്നെ ആക്രമിക്കപ്പെട്ടു. ചില നേതാക്കൾ ഇപ്പോഴും ജയിലിലാണ്. അധികാര കേന്ദ്രീകരണത്തിനെതിരെയും ദലിതർക്കും ന്യൂനപക്ഷങ്ങൾക്കും ഗോത്രവർഗങ്ങൾക്കുമെതിരെയുള്ള ആക്രമണത്തെയും ചെറുത്തവരൊക്കെയും ഞെരിച്ചമർത്തപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഞാനും അതിക്രമത്തിനിരയായി. 20-ലേറെ കേസുകൾ, 2 വർഷം തടവ് ശിക്ഷ, വീട് പോലും എന്നിൽ നിന്നെടുത്തു. മാധ്യമങ്ങളിലൂടെ നിരന്തരമായ ആക്രമണം ആസ്വാദ്യകരവും സുന്ദരവുമായ ഭാഗമായിരുന്നു. പക്ഷേ 55 മണിക്കൂർ EDയുടെ ചോദ്യം ചെയ്യലെന്നത്. ഒടുവിൽ ക്യാമറ ഓഫ് ചെയ്ത ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിച്ചു, താങ്കൾ പാറ പോലെയാണ്, കുലുക്കമില്ലല്ലോ. ഇത്തരത്തിൽ ഒരുവൻ ആക്രമിക്കപ്പെടുമ്പോൾ അഭയം വേണം, അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പിനുള്ള ആശയങ്ങൾ. ഇന്ത്യ എന്ന ആശയത്തെ സംരക്ഷിക്കാൻ പ്രതിപക്ഷത്തിന് ഒന്നടങ്കം ആശയം ലഭിച്ചത് എവിടെ നിന്നാണ്? ഒരാശയം ഭഗവാൻ ശിവന്റെ ചിത്രത്തിലുണ്ട്. ഭയത്തെ നേരിടണം, ഒന്നിനെയും ഭയപ്പെടരുത്. കഴുത്തിലെ സർപ്പം അതിന്റെ അടയാളമാണ്. 1 ഇഞ്ച് അകലത്തിൽ മരണമുണ്ട്. ഈ തിരിച്ചറിവിലാണ് ഞങ്ങൾ പോരാടിയത്. ഞങ്ങൾ ഇപ്പോഴും പ്രതിപക്ഷത്താണ്. പ്രതിപക്ഷത്തിരിക്കുന്നതിൽ അഭിമാനവും സന്തോഷവുമുണ്ട്. ഞങ്ങൾ അധികാരത്തെക്കാൾ സത്യത്തെ വിലമതിക്കുന്നു. നിങ്ങൾക്ക് അധികാരം മാത്രമാണുള്ളത്, സത്യം ഞങ്ങൾക്കൊപ്പമാണ്. ഭഗവാന്റെ തോളിന് പിന്നിൽ ഒരു ത്രിശൂലമുണ്ട്. വലത് കൈകൊണ്ട് അനായാസം എടുക്കാവുന്ന തരത്തിലുള്ളതല്ല അത്. അക്രമത്തിന്റെയല്ല, അഹിംസയുടെ ചിഹ്നമാണത്. BJPയെ എതിരിട്ടപ്പോൾ ഞങ്ങൾ അക്രമ വഴി സ്വീകരിച്ചില്ല. സത്യത്തിനായി നിലകൊണ്ടപ്പോൾ ഒരിറ്റ അക്രമം പോലും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. സത്യത്തിന്റെയും കരുത്തിന്റെയും അഹിംസയുടെയും അടിത്തറയിൽ നിന്നുയരുന്ന ശക്തമായ മറ്റൊരാശയമാണ് അഭയമുദ്ര. കോൺഗ്രസിന്റെ ചിഹ്നമായ കൈപ്പത്തി. ഭഗവാൻ ശിവനിൽ ഇതേ മുദ്ര കാണാം. ഭയപ്പെടാതിരുന്നാലും മറ്റാരെയും ആക്രമിക്കാതിരുന്നാലും പോരാ, മറ്റുള്ളവരെ ഭയപ്പെടുത്തുകയുമരുത്. ഭയപ്പെടാതിരിക്കാൻ, അക്രമികളാകാതിരിക്കാൻ അവരെ സഹായിക്കണം. ധൈര്യത്തെക്കുറിച്ച് എല്ലാ മതങ്ങളിലും പറയുന്നുണ്ട്. മുഹമ്മദ് നബി പറഞ്ഞത് നിർഭയരായി പ്രാർത്ഥിക്കാനാണ്. ഭയക്കരുതെന്നും ആരെയും ഭയപ്പെടുത്തരുതെന്നും ഗുരുനാനാക്ക് പറഞ്ഞു. ഒരാൾ നിങ്ങളുടെ ചെകിടത്തടിച്ചാൽ മറുചെകിട് കാണിച്ചു കൊടുക്കണമെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. ബുദ്ധനിലും നിർഭയത്വത്തിന്റെ പ്രതീകമായി ഇതേ അഭയമുദ്ര കാണാം. മഹാവീരനിലും ഇതേ മുദ്രയുണ്ട്. ഭയക്കരുത്, ഭയപ്പെടുത്തരുത്, അക്രമമരുത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ അടിസ്ഥാന ആശയങ്ങളാണ് ഇവ മൂന്നും. ഹിന്ദു എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന BJPക്കാർ നിരന്തരം ആക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ ഹിന്ദുക്കളേയല്ല, സത്യത്തിനൊപ്പം നിൽക്കണമെന്ന് ഹിന്ദു ധർമ്മത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അഹിംസയാണ് പ്രതീകം. ഹിന്ദു എന്ന് പറഞ്ഞാൽ അത് നരേന്ദ്രമോദിയല്ല, BJPയും RSSും അല്ല. ഹിന്ദു എന്നത് BJPയുടെ കുത്തകയല്ല. ഭയമോ അക്രമമോ വിദ്വേഷമോ പ്രചരിപ്പിക്കാൻ ഹിന്ദുക്കൾക്കാവില്ല. എന്നാൽ BJP ഭയവും അക്രമവും വിദ്വേഷവും 24 മണിക്കൂറും പ്രചരിപ്പിക്കുകയാണ്. ശ്രീരാമന്റെ ജന്മസ്ഥലമായ അയോധ്യ BJPക്ക് ശക്തമായൊരു സന്ദേശം നൽകി. അയോധ്യയിൽ നിന്നും ശക്തമായ സന്ദേശം നൽകിയ ആൾ ഫൈസാബാദിൽ നിന്ന് ജയിച്ച SP-യുടെ അവധേഷ് പ്രസാദ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അയോധ്യയിൽ വിമാനത്താവളം നിർമ്മിച്ചപ്പോൾ അധികൃതർ പ്രദേശവാസികളിൽ നിന്ന് ഭൂമി തട്ടിയെടുത്തു. അവർക്ക് ഇതുവരെ നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. ചെറിയ കടകളും കെട്ടിടങ്ങളും തകർത്തു. ഉടമകൾ തെരുവിലായി. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് അദാനിയെയും അംബാനിയെയും ക്ഷണിച്ചു. അയോധ്യയിലുള്ളവർക്ക് ഇടം ലഭിച്ചില്ല. അയോധ്യയിലെ ജനത്തിനിടയിൽ മോദി ഭയം വിതച്ചു. അതിനാൽ ശരിയായ സന്ദേശം അയോധ്യയിലെ ജനങ്ങൾ നൽകി. അവധേഷ് പ്രസാദ് ഒരു കാര്യം കൂടെ പറഞ്ഞു. അയോധ്യയിൽ മത്സരിക്കുന്നതിന്റെ സാധ്യതകൾ നരേന്ദ്രമോദി 2 തവണ പരിശോധിച്ചത്രേ. സർവേ നടത്തിയവർ അയോധ്യയിലെ ജനം മോദിയെ തോൽപ്പിക്കുമെന്ന് റിപ്പോർട്ട് നൽകി. അങ്ങനെയാണ് അയോധ്യയിൽ നിന്നും രക്ഷപ്പെട്ട് മോദി വാരണാസിയിൽ മത്സരിച്ചത്. മോദി അയോധ്യക്കാരെ, രാജ്യത്തെ ആകെ ഭയപ്പെടുത്തി. അയോധ്യക്കാരെ മാത്രമല്ല, BJPക്കാരെയും മോദി ഭയപ്പെടുത്തുന്നു. ഭയം പരത്തുന്നതിന് പ്രതിപക്ഷം നൽകിയ മറുപടിയായിരുന്നു ഭാരത് ജോഡോ യാത്ര. നിങ്ങൾ BJP പ്രചരിപ്പിക്കുന്ന ഭയത്തെക്കുറിച്ചുള്ള യാത്രയിൽ ഞാൻ പലരിൽ നിന്നും കേട്ടു. ഒരു ദിവസം രാവിലെ
7-8 മണിയായ ഒരു സമയത്ത് ഒരു സ്ത്രീ വന്ന് എന്റെ കയ്യിൽ പിടിച്ചു. അവർ പരിഭ്രാന്തയായിരുന്നു. ഭർത്താവ് തന്നെ അടിക്കുകയാണെന്ന് എന്നോട് പറഞ്ഞു. എന്തിനാണ് അടിക്കുന്നതെന്ന് ഞാൻ. പ്രഭാത ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാത്തതിനാലാണെന്ന് മറുപടി. വിലക്കയറ്റം കാരണം നമ്മുടെ രാജ്യത്ത് ആയിരക്കണക്കിന് സ്ത്രീകൾ മർദ്ദനമേൽക്കുന്നുവെന്ന് മറക്കരുതെന്ന് അവർ പറഞ്ഞു. വിലക്കയറ്റത്തിലൂടെ രാജ്യത്തെ സ്ത്രീകളെ നിങ്ങൾ ഭയപ്പെടുത്തുകയാണ്. കുഴിബോംബ് സ്ഫോടനത്തിൽ വീരമൃത്യു വരിച്ച അഗ്നിവീർ സേനാംഗത്തിന്റെ കുടുംബത്തെ ഞാൻ പഞ്ചാബിൽ കണ്ടു. ഞാൻ അദ്ദേഹത്തെ രക്തസാക്ഷി എന്ന് വിളിക്കും. പക്ഷെ സർക്കാർ അങ്ങനെ വിശേഷിപ്പിക്കുന്നില്ല. അദ്ദേഹത്തെ രക്തസാക്ഷി എന്നല്ല, അഗ്നിവീർ എന്നാണ് മോദി വിളിക്കുന്നത്. കുടുംബത്തിന് പെൻഷനോ നഷ്ടപരിഹാരമോ ഇല്ല. 3 സഹോദരിമാരുള്ള നിർധന കുടുംബം എന്റെ മുന്നിലിരുന്ന് കരയുകയാണ് ചെയ്തത്. ഒരു സാധാരണ സൈനികന് പെൻഷനുണ്ട്, അഗ്നിവീറിനില്ല. ഉപയോഗശേഷം ഉപേക്ഷിക്കാവുന്ന തൊഴിലാളിയാണ് സർക്കാരിന് അഗ്നിവീറുകൾ. ചിലർക്ക് പെൻഷൻ, രക്തസാക്ഷി പദവി, മറ്റു ചിലർക്ക് ഒന്നുമില്ല. നിങ്ങൾ സേനാംഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ്. അഗ്നിവീറുകളുടെ കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. എന്താണ് സത്യമെന്ന് അവർക്ക് നന്നായി അറിയാം. സ്പീക്കർ സാർ, അഗ്നിവീർ ആർമിയുടെ സ്കീം അല്ലെന്നത് നമ്മുടെ സേനയ്ക്ക് മുഴുവനും രാജ്യത്തിനും അറിയാം. അത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് PMO സ്കീമാണ്. മുഴുവൻ സേനയ്ക്കും അറിയാം ആ സ്കീം പ്രധാനമന്ത്രിയുടെ തലയിൽ നിന്നും വന്നതാണെന്ന്. നോട്ടു നിരോധനം പോലെ ഏകപക്ഷീയം. അഗ്നിവീർ ദേശസ്നേഹികളുടേതല്ല. നമുക്കിത് ആവശ്യമില്ല. നിങ്ങൾ കയ്യിൽ വെച്ചോളൂ. ഞങ്ങളുടെ സർക്കാർ വരും. ഞങ്ങൾ അഗ്നിവീർ എടുത്തു കളയും. കാരണം അഗ്നിവീർ ആർമിക്കും ജവാന്മാർക്കും ദേശസ്നേഹികൾക്കും എതിരാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനങ്ങളെ ജനങ്ങളിൽ നിന്നും കവർന്നെടുത്തത് നാം കണ്ടു. ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും നിങ്ങൾ കവർന്നെടുത്തു. മണിപ്പൂരിനെ നിങ്ങൾ കലാപത്തിലേക്ക് തള്ളിയിട്ടു. ഈ ദിവസം വരെ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂർ സംസ്ഥാനം അവിടെ ഇല്ല. പ്രധാനമന്ത്രി പറഞ്ഞത് തനിക്ക് ദൈവമായി നേരിട്ട് കണക്ഷൻ ഉണ്ടെന്നാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ ബയോളജിക്കൽ അല്ലെന്നാണ്. അദ്ദേഹത്തിന് ഒരു ദിവസം മുകളിൽ നിന്ന് സന്ദേശം വന്നിട്ടുണ്ടാകാം, മോദിജി നോട്ട് നിരോധിക്കൂ. അതോടെ നോട്ട് നിരോധിച്ചു. ചെറുകിട ഇടത്തരം ബിസിനസ്സുകൾ നമ്മുടെ തൊഴിൽ മേഖലയുടെ നട്ടെല്ലാണിത്. അത് തകർന്നു പോയി. പിന്നാലെ തെറ്റായ രീതിയിൽ GST നടപ്പിലാക്കി. ചെറുകിട കച്ചവടക്കാർക്ക് പിന്നാലെയാണ് ആദായ നികുതിക്കാർക്കും GSTക്കാരും. ശതകോടീശ്വരന്മാർക്ക് ഇതൊന്നും തടസ്സമൊന്നുമല്ല. അദാനിയെയും അംബാനിയെയും പോലെയുള്ളവർക്കെല്ലാം വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറുകിട കച്ചവടക്കാരോട് ചോദിച്ചു നോക്കൂ, അവർ പറയും. ഞാൻ ഗുജറാത്തിൽ പോയി ടെക്സ്റ്റൈൽ ഉടമകളോട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നോട്ട് നിരോധനം വന്നത്, എന്തുകൊണ്ടാണ് GST? അവർ പറഞ്ഞത് ഇതാണ്: GSTയും നോട്ട് നിരോധനവും കോടീശ്വരന്മാരെ സഹായിക്കാനാണ്. നരേന്ദ്രമോദി പണിയെടുക്കുന്നത് ശതകോടീശ്വരന്മാർക്ക് വേണ്ടിയാണ്. ഞാൻ ഇനിയും ഗുജറാത്തിൽ പോവും. ഞങ്ങൾ നിങ്ങളെ BJPയെ ഗുജറാത്തിൽ തോൽപ്പിക്കും. നിങ്ങൾ ഇത് എഴുതി വെച്ചോളൂ. പ്രതിപക്ഷ സഖ്യം ഗുജറാത്തിൽ നിങ്ങളെ തോൽപ്പിക്കാൻ പോവുകയാണ്. പ്രധാനമന്ത്രി 3 കൃഷി നിയമങ്ങൾ കൊണ്ടുവന്നു. കർഷകരുടെ നേട്ടത്തിനാണ് അതെന്നും പറഞ്ഞു. പക്ഷേ ആ നിയമം അദാനിയുടെയും അംബാനിയുടെയും നേട്ടത്തിനു വേണ്ടിയായിരുന്നുവെന്നതാണ് സത്യം. ഇന്ത്യയിലെ കർഷകർ ഒറ്റക്കെട്ടായി നിന്നു. കർഷകരെ തടയാനായി നിങ്ങൾ റോഡ് അടച്ചു. നിങ്ങൾ ഇപ്പോൾ ഒന്ന് പോയി നോക്കൂ. കർഷകർ ആ റോഡുകൾ അടച്ചിട്ടിരിക്കുകയാണ്. നിങ്ങൾ കർഷകരെ ഭീകരർ എന്നാണ് വിളിച്ചത്. 700 കർഷകരാണ് രക്തസാക്ഷികളായത്. അവർക്ക് വേണ്ടി സഭയിൽ മൗനം ആചരിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. നിങ്ങളത് അനുവദിച്ചില്ല. നോട്ട് നിരോധനം തൊഴിലില്ലാതാക്കി. GSTയിലൂടെ കച്ചവടക്കാരെ തകർത്തു. ചെറുപ്പക്കാർക്ക് സേനയിൽ അവസരം കിട്ടിയിരുന്നു. നിങ്ങൾ അഗ്നിവീർ കൊണ്ടുവന്നു, ആ വഴി അടച്ചു. നീറ്റ് വന്നു. പ്രൊഫഷണൽ പരീക്ഷകളെ നിങ്ങൾ വാണിജ്യ പരീക്ഷകളാക്കി മാറ്റി. കഴിഞ്ഞ 7 വർഷത്തിനിടെ 70 തവണയാണ് ചോദ്യക്കടലാസ് ചോർന്നത്. നിങ്ങൾ ഭയമാണ് രാജ്യത്ത് പടർത്തിയത്. ആർമിയിൽ, ചെറുപ്പക്കാരിൽ, കർഷകരിൽ, തൊഴിലാളികളിൽ, സ്ത്രീകളിൽ എവിടെയും ഭയമാണ്. നിങ്ങളുടെ പാർട്ടിയിൽ തന്നെയും ഭയമുണ്ട്. നിങ്ങളെ തന്നെ ഒന്ന് നോക്കൂ. നിങ്ങൾ ഒച്ച വെക്കുന്നില്ല. നിങ്ങളിപ്പോൾ വാ തുറക്കുന്നേയില്ല. എന്റെ ജോലി പ്രതിപക്ഷ പാർട്ടികളെ എല്ലാം പ്രതിനിധീകരിക്കുന്ന നേതാവാകുക എന്നതാണ്. അരവിന്ദ് കെജ്രിവാളോ ഹേമന്ത് സോറനോ ജയിലിൽ അടയ്ക്കപ്പെടുമ്പോൾ അതെന്നെ അസ്വസ്ഥനാക്കണം, അതെന്നെ വേദനിപ്പിക്കണം. അവരെ പ്രതിരോധിക്കേണ്ടത് എന്റെ ജോലിയാണ്.